ഇസ്ലാമാബാദിൽ നടന്ന യുഎസ് ഇറാൻ ചർച്ചകൾ പരാജയപ്പെട്ടു. ഇരു സംഘങ്ങളും പാകിസ്ഥാനിൽ നിന്ന് മടങ്ങി. തങ്ങളുടെ ഉപാധികൾ ഇറാൻ അംഗീകരിച്ചില്ലെന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് പറഞ്ഞു. ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കാത്തത് ചർച്ചകൾക്ക് തിരിച്ചടിയായതായും വിശദീകരണമുണ്ട്. The bad news is that we have not reached an agreement, and I think that's bad news for Iran much more than it's bad news for the United States of America. So we go back to the United States having not come to an agreement. We've made very clear what our red lines are, what things we're willing to accommodate them on, and what things we're not willing to accommodate them on. And we've made that as clear as we possibly could, and they have chosen not to accept our terms. But the simple fact is that we need to see an affirmative commitment that they will not seek a nuclear weapon, and they will not seek the tools that would enable them to quickly achieve a nuclear weapon. That is the core goal of the President of the United States, and that's what we've tried to achieve through these negotiations. Again, their nuclear program, such as it is, the enrichment facilities that they had before, they've been destroyed. But the simple question is, do we see a fundamental commitment of will for the Iranians not to develop a nuclear weapon, not just now, not just 2 years from now, but for the long term? We haven't seen that yet. We hope that we will. അമേരിക്ക കടുംപിടുത്തം ഒഴിവാക്കണമെന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗേയി എക്സിൽ കുറിച്ചു. അതേസമയം ഇറാനും അമേരിക്കയും വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്നോട്ട് പോകരുതെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ അഭ്യർത്ഥിച്ചു. We hope that the two sides continue with the positive spirit to achieve durable peace and prosperity for the entire region and beyond. It is imperative that the parties continue to uphold their commitment to ceasefire. Pakistan has been and will continue to play its role to facilitate engagement and dialogue between the Islamic Republic of Iran and the United States of America in the days to come. അജയ് സുധാ ബിജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അജയ്, ലോകം ഉറ്റുനോക്കിയ സമാധാന നീക്കങ്ങളാണ് പാളിയിരിക്കുന്നത്. ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. ഇനിയൊരു തുടർ ചർച്ചയ്ക്കുള്ള സാധ്യത പോലും ഇല്ലാതെയാണോ ഈ നേതാക്കളുടെ മടക്കം ഉണ്ടായിരിക്കുന്നത്? എങ്ങനെയാണ് ഇസ്ലാമാബാദിലെ ചർച്ചകളെ നോക്കിക്കാണേണ്ടത്? രേണുക, നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ പറയാനാകില്ല. ഇനിയും ചർച്ചകൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ പങ്കുവച്ചാണ് ജെ.ഡി. വാൻസ് പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിയത്. ഇസ്ലാമാബാദിൽ ഏതാണ്ട് 21 മണിക്കൂർ നീണ്ടുനിന്ന ഈ മാരത്തോൺ ചർച്ചകൾ ലോകം മുഴുവൻ വലിയ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ നടന്നത്. ഈ ചർച്ചയിൽ വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു. ആദ്യം ഈ ചർച്ചകൾ ശുഭകരമായിട്ടുള്ള ഒരു അവസാനം വരും എന്നുള്ള സൂചനകൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. തന്നെ ഈ ചർച്ചയിലൂടെ ഒരു സമവായത്തിൽ എത്താനായില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിശദീകരിക്കുകയായിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ യുഎസിന്റെ ഭാഗത്ത് നിന്ന് ഇറാന് മുന്നിൽ കുറച്ച് റെഡ് ലൈൻസ് മുന്നോട്ട് വയ്ക്കുകയാണ് ഉണ്ടായത്. യുഎസിന്റെ ഉപാധികൾ പറഞ്ഞു, എന്നാൽ ഞങ്ങളുടെ ഉപാധികൾ അത് ഇറാന് അംഗീകരിക്കാനായില്ല. അതുകൊണ്ട് തന്നെ ഇറാനുമായി ഒരു കരാറിലെത്താനായില്ല എന്നാണ് ജെ.ഡി. വാൻസ് പറഞ്ഞത്. ഇത് യുഎസിനേക്കാൾ ഇറാന് നിരാശപ്പെടേണ്ട ഒരു ചുറ്റുപാടാണ്. അമേരിക്കയ്ക്ക് നിലവിൽ മുന്നോട്ട് വയ്ക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഒരു കരാറാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇറാൻ ഇത് അംഗീകരിക്കുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതായും ജെ.ഡി. വാൻസ് പറഞ്ഞിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായ മറ്റൊരു കാര്യം, ഈ ആണവ കരാർ ഉൾപ്പെടെ ആണവോർജത്തിന്റെ ഉൽപാദനം, അതുപോലെ തന്നെ ആയുധത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ ഇരു കൂട്ടരും തമ്മിൽ ധാരണയായില്ല എന്നാണ് വിവരമുള്ളത്. അതുപോലെ ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയി അദ്ദേഹം എക്സിൽ കുറിച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്, അമേരിക്ക ചില കാര്യങ്ങളിൽ ഇപ്പോഴും കടുംപിടുത്തം പിടിക്കുന്നു. അത്തരം കടുംപിടുത്തങ്ങൾ ഒഴിവാക്കണം. രണ്ടു കൂട്ടർക്കും പരസ്പര വിശ്വാസവും അതുപോലെ തന്നെ ബഹുമാനവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കരാറിൽ എത്തിച്ചേരാനാകൂ എന്നും ഇസ്മായിൽ ബഗേയി എക്സിൽ കുറിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രതികരണം, രണ്ടു കൂട്ടരും അതായത് അമേരിക്കയും ഇറാനും ഈ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള വെടിനിർത്തലിൽ നിന്ന് പിന്നോട്ട് പോകരുത് എന്നാണ് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദർ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഓസ്ട്രേലിയയും ഇപ്പോൾ ഈ ചർച്ചകളിൽ തീരുമാനമാകാത്തതിൽ നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ട ചർച്ചകൾ എപ്പോഴാകും എന്നതിനെ സംബന്ധിച്ച് നിലവിൽ യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. അതേസമയം ലെബനനിൽ ഇപ്പോഴും ഇസ്രായേൽ ആക്രമണം തുടരുന്നത് ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇറാന് നേരെയുള്ള സൈനിക നടപടികൾ ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം രാത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതും മേഖലയിലുള്ള സംഘർഷ സാധ്യതകൾക്ക് ഒരു ആക്കം കൂട്ടുന്നതാണ്. ശരി, എന്തായാലും ആശങ്കകൾ ഒഴിയുന്നില്ല. തുടർ ചർച്ചകൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ആണ്
ഇപ്പോഴുള്ളത്. അതിനുള്ള സാധ്യതകൾ തെളിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അജയ് സുധ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്.